ഒരാളിവിടെ ഉണ്ടെങ്കിൽ ഈ നിശ്ചയത്തിന് തടസ്സമാവുമെന്ന് കരുതി നാളെ കാലത്ത് എന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ പോവാ ദേവേട്ടാ. ദേവേട്ടന്റെ മനസ്സിൽ എന്താ ഇപ്പോ? എന്താ ദേവേട്ടൻ നീ ആലോചിക്കുന്നത്? എന്താ ദേവേട്ട അങ്ങനെ നോക്കുന്നേ? അവസാനായിട്ട് നോക്കായിരിക്കും. അതെന്താ? എന്റെ ഓരോ അണുവിലും നിറഞ്ഞിരിക്കുന്ന നിന്നെ ഞാൻ കാണുന്നത് ഇത് അവസാനായിട്ടെന്നല്ലേ പറഞ്ഞേ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ദേവേട്ട, നേരം വെളുത്ത നിശ്ചയം നടക്കും. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ദേവേട്ടൻ നാളെ മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ മോതിരം അണിയിക്കും. വിധിയുടെ വിളയാട്ടത്തിനോട് അടിയറവ് പറഞ്ഞ പിന്നീട് അങ്ങോട്ടൊന്നും ബാക്കിയുണ്ടാവില്ല. വിചാരിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ അവസ്ഥയിലൂടെ നമ്മളെ കടത്തിവിട്ട് പരീക്ഷിക്കുന്നതിനെയാ വിധിയെന്ന് പറയുന്നത്. പരീക്ഷണം തന്നെയാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, വിജയിക്കാനുള്ള പരീക്ഷണം. ഈ പരീക്ഷണത്തിൽ ദേവേട്ടൻ വിജയിച്ച് എന്നെയും വിജയിപ്പിക്കണം. പറയൂ ദേവേട്ട, ദേവേട്ടൻ വിജയിച്ച് എന്നെയും ജയിപ്പിക്കോ? ഒന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റും. എന്റെ ഈ മനസ്സിൽ നിന്ന് എന്റെ വൈദേഹി അകറ്റുന്ന ഒന്നിനെയും വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ശരീരത്തിലെ ശ്വാസം നിലയ്ക്കുന്നത് വരെ എന്റെ വൈദേഹി എന്നിൽ നിന്ന് അകറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഞാൻ പറയുന്നത് തന്നെയാ ദേവേട്ടൻ എന്നോട് പറയുന്നേ. എന്റെ ആഗ്രഹം തന്നെയാ ദേവേട്ടന്റെ മനസ്സിലുള്ളത്. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാ, ആഗ്രഹം ഒന്നാ. പക്ഷെ ദേവേട്ടന്റെ വൈദേഹി ഞാനാണെന്നുള്ള സംശയം മാത്രം ഇപ്പോഴും ദേവേട്ടന്റെ മനസ്സിന്റെ കോണിലുണ്ട്. ഒരേ കാഴ്ചകൾ കാണുന്ന രണ്ട് കണ്ണുകൾ, അവയ്ക്ക് പരസ്പരം കാണാൻ കഴിയില്ലാത്തതുപോലെ നമ്മുടെ ജീവിതവും മാറി മറിയാൻ പോവുകയാണോ എന്ന് എനിക്ക് പേടിയാവുന്നു ദേവേട്ട. അതുകൊണ്ടാ ദേവേട്ടന്റെ വൈദേഹി ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇത്രയധികം പോരാടുന്നത്. ഇതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റി. ദേവേട്ടന്റെ വൈദേഹിയെ ദേവേട്ടനിൽ നിന്ന് ആർക്കും അകറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇത് എപ്പോഴാ നടക്കുക? ദേവേട്ടന്റെ വൈദേഹിയെ തിരിച്ചറിയുമ്പോഴല്ലേ? അപ്പൊ മാത്രമല്ലേ ഈ ദേവന്റെയും വൈദേഹിയുടെയും ബന്ധത്തിന് ജീവൻ വെക്കൂ. എങ്കിലല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ദേവേട്ടനും വിജയിച്ച് എന്നെയും ജയിപ്പിക്കാനായിട്ട് പറ്റൂ. എന്താ ദേവേട്ട ഒന്നും പറയാത്ത? അപ്പോ ഞാൻ വൈദേഹിയാണെന്ന് വിശ്വസിക്കാൻ ദേവേട്ടൻ ഒരു കാരണം പോലും കാണുന്നില്ലല്ലേ? എന്റെ കണ്ണുകളിൽ ദേവേട്ടനെ ഒന്നും കാണാൻ കഴിയുന്നില്ലേ? ഞാനാണ് ദേവേട്ടന്റെ വൈദേഹി എന്ന് പറയുന്നില്ലേ? ഇതിനേക്കാളും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി അങ്ങോട്ട് ഞാൻ പറയാനും ദേവേട്ടൻ കേൾക്കാനും തക്കതായ സമയമൊന്നും ഉണ്ടാവില്ല ദേവേട്ട. എന്തുണ്ടെങ്കിലും ഈ ഒരു രാത്രി മാത്രം നമുക്കിടയിലുള്ള ഈ അകലം അലിഞ്ഞില്ലാതാവണം. അത് ശാശ്വതമായി അകലേക്ക് അലിഞ്ഞ് മാഞ്ഞു പോകണം. ഈ ഒരൊറ്റ രാത്രിയുള്ളൂ. നീ എന്റെ വൈദേഹി ആയിരിക്കണമെന്നും നേരം വെളുക്കുമ്പോ ഈ നിശ്ചയം നടക്കരുതെന്നോ എന്റെ ഈ മനസ്സും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം എന്ത് പരിഹാരമാണ് ഇതിന് കണ്ടെത്തുക എന്നതും ആ വിധിയുടെ നിർണയം എന്താണെന്നും ആർക്കറിയാം. ശരി ദേവേട്ട, ഞാനിനി ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ബന്ധം നിലനിർത്തുമോ അതോ അവളുടെ വിരലിൽ മോതിരം അണിയിച്ച് നമ്മുടെ സ്നേഹത്തിന് മനസ്സിലൊരു സമാധി കെട്ടുമോ എന്നുള്ളത് ഇന്ന് ദേവേട്ടൻ വേണം തീരുമാനിക്കാൻ. ഞാൻ പോവാ.
കൊണ്ട് നാളൊരു വൈദ്യരുടെ അടുത്തേക്ക് പോവാ. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരണമെങ്കിൽ എന്റെ ദേവേട്ടൻ എന്റേത് മാത്രമായിട്ട് ഇവിടെ ഉണ്ടാവണം. മറിച്ചാണെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നതിൽ പോലും ഒരു അർത്ഥമില്ലല്ലോ. സത്യത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ പോലും യാതൊരു അർത്ഥമില്ല. നാളെ ഒരു വൈദ്യരെ കാണാൻ പോവാ. ഞാനിനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വിനയ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വിനയ, പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുന്നത് വരെ സിദ്ധീശ്വര ഗുരുക്കളുടെ പ്രകൃതി വൈദ്യശാലയ്ക്ക് പുറത്തേക്ക് പോലും ഇറങ്ങിപ്പോരുത്. ആയിക്കോട്ടെ ഇന്ദുവമ്മേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തലകുലിക്കുക മാത്രം പോരാ. അവളെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ വേറൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അവൾ അങ്ങോട്ട് വരാൻ സമ്മതിച്ചത്. തിരിച്ചു വരാൻ വേണ്ടി അവൾ എന്ത് കളിയും കളിക്കും. നീ ഓരോ ക്ഷണവും സൂക്ഷിക്കണം. ആയിക്കോട്ടെ ചേച്ചി. ഇത്രയും പ്രാവശ്യം എന്തിനാ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാ ശാന്തിയുടെ അസുഖമായിട്ട് ഭേദാവാനും പോകുന്നില്ല. ഇവിടെ ആർക്കും സമാധാനത്തോടെ ജീവിക്കാനും ആവില്ല. വിനയ, നീ എന്റെ ദേവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവന് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഇന്നൊരു മുടക്കവും കൂടാതെ നിശ്ചയം നടക്കണം. അതിനുവേണ്ടിയാ നിന്നെ അവരുടെ കൂടെ പറഞ്ഞയക്കുന്നത്. അവർക്ക് കൂട്ടുപോകുന്നതിനോടൊപ്പം വൈശാലിയുടെ നേർക്കൊരു കണ്ണു വേണം. അത് മറക്കണ്ട. ഇന്ദുവമ്മേ, ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. ഇനി ഇവർ ഇറങ്ങട്ടെ. വാ അമ്മേ, വാ. വേണ്ട, അവരെല്ലാരും അവിടെയുണ്ട്. അവരൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഇപ്പൊ ആരെയും മനസ്സിലാവില്ല. അവളെ ഓർത്ത് മാത്രമാണ് നിന്നെ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ അനുവദിച്ചത്. ഇപ്പോഴും അവളോടൊപ്പം നിന്നെ മാത്രമാണ് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ശാന്തമ്മയുടെ സകല ഉത്തരവാദിത്തങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണ്. വൈദേഹി, എന്റെ ശാന്തമ്മ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചു. ആ കഷ്ടപ്പാടെല്ലാം മാറിയെന്ന് വിചാരിച്ചപ്പോഴാ ഇപ്പൊ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. നീ കാരണം എന്റെ ശാന്തമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിന്നോട് ഞാനും എന്റെ കുടുംബവും ഒരുപാട് കടപ്പെട്ടിരിക്കും. ഇതുവരെ നടന്നതെല്ലാം മറന്നു കളഞ്ഞുകൊണ്ട് നിന്നെയും ഞങ്ങൾ ഈ കുടുംബത്തിലെ ഒരാളായി കാണാൻ ശ്രമിക്കും. വീട്ടിലൊരാളായി കാണുമെന്നേ പറഞ്ഞോളൂ, വൈദേഹിയായി കാണുമെന്നല്ല. ഇനി അത് വിചാരിച്ച് ദിവാസ്വപ്നം കാണണ്ട. അത് ഈ ജന്മം നടക്കില്ല. കടപ്പാടും കടമയൊന്നും ബന്ധമാവില്ല.
നോക്ക് വൈശാലി, എന്താ വൈശാലി? ഇത് വൈശാലി ഒന്നും അല്ല, എന്റെ വൈദേഹിയാ. എന്റെ വൈദേഹി, എന്റെ മോള് വൈദേഹിയല്ലേ? വൈശാലി അല്ലല്ലോ, എന്റെ വൈദേഹി തന്നെ. എന്റെ വൈദേഹി. ശരി ആയിക്കോട്ടെ ശാന്തി, നിന്റെ വൈദേഹി തന്നെയാ. അങ്ങനെ എന്റെ തന്നെ വൈദേഹി കൂട്ടിയാ അല്ലേ? മതി. എന്റെ മാത്രം. അതെ മോളെ, നോക്ക് വൈദേഹി, എന്റെ മോള് ശാന്തി കാരണമാ നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം കിട്ടിയത്. അതുകൊണ്ട് ഇന്ദുമ്മേ, അമ്മയുടെ കാര്യത്തില് ആരുവിനോട് ഇത്രയ്ക്കങ്ങ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാ. എന്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതെന്റെ കടമയാ. വൈദേഹി എന്ന പേരിന് ഈ വീട്ടിൽ പറയരുതെന്ന് പറഞ്ഞല്ലേ ഇവളെ ഈ വീട്ടിൽ കയറ്റിയത്. ഇപ്പൊ എന്താ എന്നിട്ട് അതേ പല്ലവി. ഇങ്ങോട്ട് നോക്ക്. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് വീണ്ടും വൈദേഹി ആവാന്നുള്ള ഉദ്ദേശമൊന്നും വേണ്ട. നീ വൈദേഹി അല്ലാന്നുള്ളത് ഞങ്ങള് തെളിയിച്ച കാര്യ. അന്നേ നിനക്ക് ഇവിടുന്ന് പോവേണ്ടി വന്നേനെ. ഇത്രയും കാലം നിന്നെ ഇവിടെ നിർത്തിയത് ശാന്താന്റി ഓർത്ത് മാത്രം. എന്റെ മോക്ക് ഒന്നുമില്ല. അതിന്റെ പേരിൽ ശാന്താന്റി നിന്റെ അമ്മയാണെന്ന രീതിയിലുള്ള സംസാരം മേലിൽ ഇവിടെ നല്ല ഒരിടത്തും ആവർത്തിച്ചു പോരുത്. പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ. പറഞ്ഞിട്ട് പോട്ടെ ആരാധ്യേ. ഇതുവരെ എന്തൊക്കെയായിരുന്നു ഇവളുടെ പ്രസംഗം? അതെല്ലാം കഴിഞ്ഞില്ലേ? എന്ത് ചെയ്യും? വൈദേഹിയുടെ മുഖം ഉള്ളത് കൊണ്ടല്ലേ ശാന്തി ചെറിയമ്മ അങ്ങനെ കരുതിയേക്കുന്നത്. രൂപത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന നിങ്ങൾ ഈ വീടുമായുള്ള എന്റെ അനുബന്ധം ഒരിക്കലും മനസ്സിലാക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞ വാക്ക് തെറ്റിച്ച് വീണ്ടും ഞാൻ വൈദികയാണെന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാ. വിളിക്കേണ്ട വ്യക്തി വിളിച്ചാലല്ലാണ്ട് മറ്റാര് വിളിച്ചാലും ആ പേരിനും ആ പേരുമായിട്ട് എനിക്കുള്ള ബന്ധത്തിനും വിലയുണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം. ദേവേട്ടന്റെ വൈദേഹിയാണോ ഞാനെന്നുള്ള സംശയം മാത്രം ഇപ്പോഴും ദേവേട്ടന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലല്ലേ? എന്റെ കണ്ണുകൾ ദേവേട്ടനോടൊന്നും പറയുന്നില്ലേ? അതിൽ ദേവേട്ടനോടുള്ള സ്നേഹം കാണുന്നില്ലേ? ഞങ്ങൾ പോവാ. പോവാം. വൈദേഹി നിക്ക്. നിനക്ക് വല്ലതും പറ്റിയോ? പറയൂ, വല്ലതും പറ്റിയോ മോളെ? അമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് പോവാം. വേണ്ട വേണ്ട,
എന്നെ ഇവര് പിടിച്ചോണ്ട് പോവാ. എനിക്കറിയാം വൈദേഹി, നിന്റെ അടുത്തുനിന്ന് എന്നെ പിടിച്ചോണ്ട് പോവാ. പോവില്ല, ഞാൻ എങ്ങോട്ടും പോവില്ല. എന്നെ ഇട്ടേച്ച് ഞാൻ എങ്ങോട്ടും പോവില്ല വൈദേഹി. നമുക്ക് അകത്തേക്ക് പോവാം, വാ. നിന്നെ വിട്ട ദേ അത് കണ്ടോ, ആ കൊലപാതകി പിടിച്ചോണ്ട് പോയി കൊന്നു കളയും മോളെ. വരില്ല മോളെ, അവൻ ക്രൂരനാ, കൊന്നു കളയും എല്ലാവരും. നമുക്ക് ഇവിടുന്ന് പോവാം, വേറെ എങ്ങോട്ടുമല്ല, മുകളിലേക്ക് പോവാം. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? ഇനി വല്ലതും ഓർമ്മ വന്നോ? ഇവൻ കൊന്നു കളയും മോളെ. അമ്മേ, എന്നെ ആരും ഒന്നും ചെയ്യില്ല. ഞാനും അമ്മയുടെ കൂടെ വരുന്നുണ്ട്. വാ അമ്മേ. വേണ്ട, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. വാ അമ്മേ, വേഗം പോവാം, വാ, പ്ലീസ്. പിടിച്ചോണ്ട് കാറിലെടുത്ത്. വരുൺ, നാക്കെടുത്ത് വളയ്ക്കും മുമ്പ് പലവട്ടം ആലോചിക്കണം. സോറി വല്യച്ഛ. നീ വിളിച്ചോണ്ട് പൊയ്ക്കോ മോളെ, വേഗം ചെല്ലേ. അമ്മേ, ഞാനും അമ്മയുടെ കൂടെ തന്നെ വരുന്നുണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും കൂടെ പുറത്തു പോയി അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരാം. എന്ത് പറയുന്നു? പോവാം. വാ അമ്മേ. നിങ്ങൾ ആരും വരണ്ട, എല്ലാരും ഇവിടെ തന്നെ നിന്നാ മതി. ആരും വരല്ലേ, ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. പകതാരിൽ നിറയുന്ന മൂകദുഃഖങ്ങളാണെന്നറിഞ്ഞു എന്നിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ടിന്നലെ ഉറങ്ങാതെ ഞാനിരുന്നു. ശാരദ നിലാവിൽ നീ ചന്ദന സുഗന്ധമായി. അവൻ നമ്മുടെ പുറകെയുണ്ട് വൈദേഹി, വരണ്ടെന്ന് പറയ്. അവരാരും നമ്മുടെ കൂടെ വരണ്ട, വേണ്ട, വരണ്ടെന്ന് പറയ്. നിങ്ങൾ വരണ്ട. അമ്മ, അവരാരും വരില്ല. ഞാൻ പറയുന്നത് അവരാരും വരില്ല. നമ്മുടെ കൂടെ ആരും വേണ്ട. ഞാൻ ചോദിക്കാവേ, നിങ്ങളാരും വരുന്നില്ലല്ലോ അല്ലേ? ഞങ്ങളാരും വരുന്നില്ല. കേട്ടില്ലേ, വരുന്നില്ല എന്ന്. അവരാരും വരില്ല. സത്യമായിട്ടും വരില്ലല്ലോ. സത്യം പറയാമേ വൈദേഹി, അവരാരും വേണ്ട. അമ്മേ, എന്നാ വാ, നമുക്ക് പോവാം വൈദേഹി. നിങ്ങളാരും വരില്ലല്ലോ.